എറണാകുളം പറവൂരിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മോഷ്ടാക്കളുടെ കൂട്ടമായ കുറുവ സംഘം ഇറങ്ങിയതായി സംശയം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. നിതിൻ, CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? വിവരങ്ങൾ. പറവൂർ മേഖലയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറുവ സംഘത്തിന് സമാനമായ മോഷ്ടാക്കളുടെ സംഘത്തെ CCTV ദൃശ്യങ്ങളിൽ കണ്ടത്. ആയുധങ്ങൾ കയ്യിലേന്തി ഒറ്റയ്ക്ക് ആയും രണ്ടുപേരായും നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഇത് കുറുവ സംഘമാണോ, തമിഴ്നാട്ടിൽ നിന്നുള്ള മോഷ്ടാക്കളുടെ കൂട്ടമായ കുറുവ സംഘമാണോ എന്ന് ഇതുവരെ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അത്തരത്തിൽ ഒരു സംശയം മാത്രമാണ് പോലീസ് പ്രകടിപ്പിക്കുന്നത്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ പടരുന്നുണ്ട്. എന്നാൽ ആളുകൾ ഭയക്കേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ നേരത്തെ ഇത്തരം കുറുവ സംഘം ഏറ്റുമാനൂർ, ആലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ സംഘങ്ങൾ എത്തിയിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥർ അനൗൺസ്മെന്റുകൾ അടക്കം നടത്തി നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പറവൂരിലെ കേസുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗം അടക്കം അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാൽ മോഷ്ടാക്കളിൽ ആരെയും ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. രാത്രി കാലങ്ങളിലാണ് ഇത്തരത്തിൽ മോഷ്ടാക്കൾ സഞ്ചരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിലും പ്രാദേശികമായി കനത്ത ജാഗ്രതയിലാണുള്ളത്. പോലീസും കനത്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. എന്തായാലും എത്രയും വേഗത്തിൽ മോഷ്ടാക്കളെ പിടികൂടാൻ കഴിയുമെന്നാണ് പോലീസ് സംഘം പ്രതീക്ഷിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കുറുവ സംഘമാണോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഉറപ്പ് വന്നിട്ടില്ല. പോലീസ് അത്തരത്തിൽ ഒരു സംശയമാണ് പോലീസും നാട്ടുകാരും പ്രകടിപ്പിക്കുന്നത്. ഇവരെ പിടികൂടി ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയും. നിലവിൽ പരിഭ്രാന്തരാകേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ലെന്നും മോഷ്ടാക്കളെ എത്രയും വേഗം പിടിക്കാൻ കഴിയുമെന്നാണ് പ്രദേശത്തെ പോലീസ് സ്റ്റേഷനുകളിലെ ഇൻസ്പെക്ടർമാർ പറയുന്നത്. അതിര ശരി നിതിൻ. എറണാകുളം പറവൂരിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള മോഷ്ടാക്കളുടെ കൂട്ടമായ കുറുവ സംഘം ഇറങ്ങിയതായി സംശയിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്.